അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും നൊബേൽ സമ്മാനങ്ങൾ കടന്നുവരും. അവർക്കും നൊബേൽ സമ്മാനങ്ങൾ നേടാൻ കഴിയും. 2025 കെമിസ്ട്രിക്കുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ഫലസ്തീനിൽ പ്രവർത്തനം നടത്തുന്ന UN-ന്റെ ദൗത്യസേന നടത്തിയ പ്രതികരണമായിരുന്നു ഇത്. എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്തരമൊരു പ്രതികരണം നടത്തിയതെന്ന് അറിയാമോ? ഈ വർഷത്തെ കെമിസ്ട്രിയിലെ നൊബേൽ സമ്മാനം ലഭിച്ച 3 ശാസ്ത്രജ്ഞരിൽ ഒരാൾ ഒരു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു, ഒമർ എം യാഖി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1965 അമ്മാനിലെ ഒരു ഫലസ്തീൻ അഭയാർത്ഥി കുടുംബത്തിലാണ് ഒമർ എം യാഖി ജനിക്കുന്നത്. 1948 ഒന്നാം നക്ബയുടെ കാലത്താണ് ഒമറിന്റെ മാതാപിതാക്കൾ ഫലസ്തീനിൽ നിന്നും അഭയാർത്ഥികളായി ജോർദാനിലെ അമാനിലെത്തുന്നത്. ഗസയിലെ അൽമസ്മിയ ഗ്രാമത്തിൽ നിന്നാണ് ഒമറിന്റെ മാതാപിതാക്കൾ അമാനിലേക്ക് പലായനം ചെയ്തത്. ഏതൊരു അഭയാർത്ഥി കുടുംബത്തെയും പോലെ ദുരിതപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെയും ബാല്യം. അമ്മാനിലെ ഒരു ഒറ്റമുറി വീട്ടിൽ ശുദ്ധമായ കുടിവെള്ളമോ വൈദ്യുതിയോ ഇല്ലാതെ കന്നുകാലികളെ വളർത്തിയും ആ കാലികൾക്കൊപ്പം കിടന്നുമാണ് ഒമർ വളർന്നത്. നൊബേൽ സമ്മാനം ലഭിച്ചതിന് പിന്നാലെ നൊബേൽ സമിതിയുമായുള്ള ഒരു ടെലിഫോൺ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇത് ഓർത്തെടുക്കുന്നുണ്ട്. കേവലം 6ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് ഒമറിന്റെ പിതാവിനുണ്ടായിരുന്നത്. ഉമ്മയ്ക്കാകട്ടെ എഴുതാനോ വായിക്കാനോ പോലും അറിവുണ്ടായിരുന്നില്ല. എന്നാൽ തങ്ങളുടെ മകന് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അത് പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് നൽകാൻ കഴിയുന്നതുമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഒമറിന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തോട് അമേരിക്കയിലേക്ക് കുടിയേറാൻ പിതാവ് പറയുന്നത്. പിറന്ന നാട്ടിൽ നിന്നും കുടിയിറക്കപ്പെടുന്നതിന്റെയും മറ്റൊരിടത്ത് അഭയാർത്ഥിയായി ജീവിക്കുന്നതിന്റെയും വേദന മറ്റാരേക്കാളും അറിയാമായിരുന്നിട്ടും ആ മാതാപിതാക്കൾ മകനെ കുടിയേറ്റത്തിന് നിർബന്ധിച്ചതിന് പിന്നിൽ തങ്ങൾക്ക് ലഭിക്കാതിരുന്ന വിദ്യാഭ്യാസവും മികച്ച ജീവിതവും അവന് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സമത്വം സാധ്യമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് സയൻസ് എന്നും അത് തന്റെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതിനാലാകാം അവർ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറ്റത്തിന് നിർബന്ധിച്ചതെന്നും നൊബേൽ സമ്മാനം ലഭിച്ചതിനു ശേഷം ഒമർ എം യാഖി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഒട്ടും വശമില്ലാതിരുന്നിട്ടും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒമർ അമേരിക്കയിലേക്ക് കുടിയേറി. ഹഡ്സൺ വാലി കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസവും അൽബാനിയയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ നിന്ന് ബിരുദവും ഒമർ കരസ്ഥമാക്കി. ഇലനോയ് സർവകലാശാലയിൽ നിന്ന് വോൾട്ടർ ജി കെംബ്ലറിന്റെ കീഴിൽ PhDയും പൂർത്തിയാക്കിയ ഒമർ അരിസോണ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായാണ് ജീവിതം ആരംഭിച്ചത്. പിന്നീട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഒമറിനെ നൊബേൽ സമ്മാനത്തിന് അർഹമാക്കിയ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മരുഭൂമിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം കണ്ടെത്തുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുന്നതിനും സഹായമാകുന്ന അദ്ദേഹത്തിന്റെ പഠനം. ഒരുപക്ഷെ ബാല്യത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട തന്റെ ജീവിതം തന്നെയാകും അദ്ദേഹത്തെ ഇത്തരമൊരു പഠനത്തിലേക്ക് നയിച്ചത്. 2021 ഒമർ എം യാഖിക്ക് സൗദി പൗരത്വം ലഭിച്ചു. നൊബേൽ സമ്മാനം ലഭിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് 2015 സൗദിയിലെ കിങ് ഫൈസൽ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ സയൻസും ലഭിച്ചിരുന്നു. സയൻസിൽ ഒരു ഫലസ്തീനിക്ക് ലഭിക്കുന്ന ആദ്യ നൊബേൽ പുരസ്കാരമാണ് ഒമർ എം യാഖിയിലൂടെ സാധ്യമായിരിക്കുന്നത്.